ഹലോ എവരിവൺ, ഫിസിക്സ് ബോസിൻ്റെ പാർട്ട് 5 വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ടോപ്പിക്സ് ആണ്. പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടൻസിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എറേഴ്സ് ഇൻ മെഷർമെൻറ്റ് എന്നൊരു പോർഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ പ്രോബ്ലംസ് ഇൻ ഡയമെൻഷൻ അനാലിസിസ്, ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എറേഴ്സ് ഇൻ മെഷർമെൻറ്റിലെ ചില കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതെന്താ നോക്കാം. ശരി, അപ്പം ഒരു എറർ, അതായത് നമ്മൾ ഒരു മെഷർമെൻറ്റിൽ കിട്ടിയ വാല്യൂ ആണ് a ± b. ഓക്കെ, ഇതാണ് ഒരു എററിൻ്റെ ഫോർമാറ്റ്. ക്ലിയർ ആണല്ലോ? a ± b എന്നതാണ് എന്ത് ചെയ്യുക, എന്ന് പറയുന്നത്, പറയുന്നതിനാണ് എന്ത് പറയുക, എന്ന് പറയുന്നതാണ് ട്രൂ വാല്യൂ. ബി എന്ന് പറയുന്നതാണ് ശരിക്കും ഇവിടെ കിട്ടുന്ന എറർ. ഓക്കെ, ഈ എററിനെ നമ്മൾ എപ്പോഴും ± എന്നുള്ള രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് പോസിറ്റീവ് എറർ ഉണ്ടാവുക, നെഗറ്റീവ് എറർ ഉണ്ടാകാം. ശരി, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എറർ എപ്പോഴും എന്ത് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പം നമ്മൾ ഇത് എറർ എന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡീഷന്, സബ്സ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷന്, ഡിവിഷന്, അങ്ങനെ മൂന്നാല് കാര്യങ്ങളാണ്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. എറർ ഈസ് ഓൾവേസ് ടേക്കൺ ആസ് പോസിറ്റീവ്. എറർ എപ്പോഴും എന്ത് ആഡ് ചെയ്യണം. അപ്പോൾ അതായത് എറർ ഈസ് ഓൾവേസ് ടേക്കൺ ആസ് പോസിറ്റീവ്. എറർ എപ്പോഴും എന്ത് ചെയ്യാം, നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ എറർ ആഡ് ചെയ്യാമെന്നാണ് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാണ്ട് അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. ഇതിനും ഓരോ സെറ്റ് ഓഫ് റൂൾസുകളുണ്ട്. അപ്പോൾ നമ്മൾ അഡീഷൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അഡീഷൻ അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ എന്താണ്, ഡിവിഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ റൂൾസുകളും ഉണ്ട് കുറച്ച്. ഓക്കെ, റൂൾസ് നമ്മൾ ഈ പ്രോബ്ലത്തിന് കൂടെ തന്നെ ഡിസ്കസ് ചെയ്യാം. അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പം നിങ്ങൾ ഈ അഡീഷൻ്റെ കേസിലും അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ്റെ കേസിലും സെയിം റൂളാണുള്ളത് കേട്ടോ. റൂൾ നമ്പർ 1, അതിനാണ് റൂൾ നമ്പർ 1 എന്ന് പറയും. ഓക്കെ, അഡീഷണൽ കേസിലും സബ്സ്ട്രാക്ഷൻ്റെ കേസിലും റൂൾ നമ്പർ 1 ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും ഡിവിഷൻ്റെ കേസിലും വേറെ റൂളാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ റൂൾ നമ്പർ 2 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വേഗം തന്നെ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, ഈ പ്രോബ്ലത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വേഗം തന്നെ റൂളിലേക്ക് പോകാം. ഓക്കെ, എറേഴ്സ് ഇൻ മെഷർമെൻറ്റ്. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ കാര്യം നമ്മൾ പഠിക്കുന്നത് അഡീഷൻ ആണല്ലോ. അപ്പോൾ അഡീഷൻ വെച്ചുള്ള പ്രോബ്ലംസ് ഞങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് വേഗം തന്നെ പ്രോബ്ലത്തിലേക്ക് പോകാം. ശരി, ഇവിടെ തന്നിരിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് a = 10 ± 0.6, അതുപോലെ തന്നെ b = 5 ± 0.4, ഫൈൻഡ് a + b. ഓക്കെ, എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ a + b കാണാനാണ് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ എറർ ആഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ എറർ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കൂട്ടിയാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എങ്ങനെ കൂട്ടുക, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു a ± b എന്നുള്ള ഫോർമാറ്റിലാണെങ്കിൽ a എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ ആണ്. അതുപോലെ തന്നെ ± b എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, അത് അതിൻ്റെ എററാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ട്രൂ വാല്യൂസ് തമ്മിൽ പരസ്പരം കൂട്ടുകയും അതുപോലെ തന്നെ എറേഴ്സ് തമ്മിൽ പരസ്പരം കൂട്ടുകയാണ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, a + b = 10 + 5. ഈ 10ഉം 5ഉം തമ്മിൽ കൂട്ടുക. അപ്പോൾ എത്രയും 15 ± ഓക്കെ, ഈ 0.6ഉം 0.4ഉം തമ്മിൽ കൂട്ടുക. അപ്പോൾ എത്രയും 1 അല്ലേ? അപ്പോൾ 1 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ a + b. നമ്മൾ സാധാ ആഡ് ചെയ്യണ മാതിരി തന്നെ. ക്ലിയർ ആണല്ലോ? ശരി,
ഇനി സെക്കൻഡ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഇത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം ഇഫ് ഡി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ ഇഫ് ഡി ഈസ് ഈക്വൽ ടു 15 പ്ലസ് ഓർ മൈനസ് 10%. ഓക്കെ, ഇ ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് 3%. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഡി പ്ലസ് സി. ഓക്കെ, ഇവിടെ നേരത്തെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാതിരിയല്ല, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എറേഴ്സ് പേഴ്സൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നേരത്തെ എറർ ആഡ് ചെയ്ത മാതിരി നേരിട്ട് ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെയാണ് കേസിൽ എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഒരു ഇങ്ങനെയുള്ള പേഴ്സൻറ്റേജിലാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ട്രൂ വാല്യൂസ് തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നമ്മളിവിടെ തന്നിരിക്കുന്ന ഡിയും ഇയും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്, ഈ 15ഉം 5ഉം തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം 15 പ്ലസ് 5 അപ്പോൾ എത്രയാണ്, നമുക്ക് 20 കിട്ടി. ഓക്കെ, ഈ മെഷർമെൻറ്റിലെ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 20 ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എങ്ങനെ ഇത് പേഴ്സൻറ്റേജിനെ കൺവേർട്ട് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ഡി ഈക്വൽ ടു 15 പ്ലസ് ഓർ മൈനസ് 10% ആണ്. 15ൻ്റെ 10% എങ്ങനെ കാണാം എന്നുള്ളത് നമ്മൾ നോക്കണേ. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന കേസിൽ ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം കാണാൻ പറയുകയാണെങ്കിൽ അപ്പം എക്സാമ്പിളായിട്ട് 15 × 10 / 100 ആ സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുക എന്നാണ് അതിനർത്ഥം. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് ഡി ആണ് കാണേണ്ടത്. ഡി കാണുന്ന കേസിൽ നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് 15 ഉണ്ട് ഇൻറ്റു 10/100 ചെയ്യാം. 15 × ഡി എന്ന് പറഞ്ഞാൽ 15 × 10/100. അത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 0 ക്യാൻസൽ ആയിപ്പോയി. 15/10 എന്ന് പറയുമ്പോൾ 1.5 കിട്ടും. ക്ലിയർ ആണല്ലോ? 1.5 കിട്ടും. ഇനി ഇതേ സെയിം പോലെ നമുക്ക് ഇയും കാണാം. കാണാം അല്ലേ? ഈൻ്റെ കേസിൽ എങ്ങനെ? ഓക്കെ, ഈൻ്റെ കേസിൽ നമ്മൾ പേഴ്സൻറ്റേജിനെ കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ അതെങ്ങനെ മാറ്റാം? ഇവിടെ നമുക്ക് തന്നത് 5 ആണ് അല്ലേ? 5ൻ്റെ 5ൻ്റെ 3% എത്രയെന്ന് കാണണം. 5 × 3/100. ഓക്കെ, അപ്പം 5 × 3 15/100 എന്ന് പറയുമ്പോൾ 0.15. ക്ലിയർ ആണല്ലോ? അപ്പം 0.15 കിട്ടി. ഓക്കെ, നമുക്ക് ഡിയും ഇയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കാണാൻ പറഞ്ഞ ഡി പ്ലസ് ഇ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു എററിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് എ പ്ലസ് ഓർ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് നമ്മളിതിൽ എഴുതേണ്ടത്. ഓക്കെ, നമ്മളിവിടെ എങ്ങനെ എഴുതുക, ഡി പ്ലസ് ഓർ മൈനസ് ഇ ആണ് നമ്മൾ കാണേണ്ടത്. ക്ലിയർ ആണല്ലോ? ഡി പ്ലസ് ഓർ മൈനസ് ഡി എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്, റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതായത് ഡി അങ്ങനെ എഴുതണ്ട, അതായത് എ പ്ലസ് ഓർ മൈനസ് ഇ എന്ന ഫോർമാറ്റിലാണ് എഴുതേണ്ടത്. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഡി പ്ലസ് ഇ എന്ന് പറയുമ്പോൾ അതിൻ്റെ എറർ കൂട്ടുമ്പോൾ ഡി പ്ലസ് സി എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയും 1.5 പ്ലസ് 0.15 അല്ലേ? അത് നമ്മൾ ആഡ് ചെയ്തല്ലേ 1.65 കിട്ടി. ക്ലിയർ ആണല്ലോ? ഡി പ്ലസ് സി. അപ്പോൾ അത് ഡി പ്ലസ് സി എന്ന് പറയുമ്പോൾ അതിൻ്റെ എറേഴ്സാണ് കേട്ടോ, എറേഴ്സാണ്. നമ്മൾ പറഞ്ഞില്ലേ എറേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സൻറ്റേജിന് കൺവേർട്ട് ചെയ്തിട്ട് എററിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റി. പേഴ്സൻറ്റേജ് കൺവേർട്ട് ചെയ്തിട്ട് സാധാരണ എററിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക അല്ലേ? അപ്പം ഡി പ്ലസ് സി എന്നുള്ളൊരു ഫോർമാറ്റിൽ, അതായത് ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ പ്ലസ് ഓർ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റിലല്ലേ? ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ ആണ്, പ്ലസ് ഓർ ബി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കിട്ടിയ എററാണ്. ഓക്കെ, അപ്പോൾ ട്രൂ വാല്യൂ എന്താണെന്ന് നോക്കണം. അപ്പോൾ ട്രൂ വാല്യൂ എന്ന് പറയുന്നതിൽ കിട്ടിയത് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് 20 ആണ് അല്ലേ? അപ്പം 20, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം, 20 പ്ലസ് ഓർ മൈനസ് 1.65. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ കാണാം. അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് രണ്ട് സംഖ്യകൾ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷേ പേഴ്സൻറ്റേജ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സൻറ്റേജ് അതായത് 5ൻ്റെ 10% എത്ര എന്ന് പറയുമ്പോൾ 5 × 10/100 അങ്ങനെയാണ് കാണുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിൻ്റെ വേറെ ടൈപ്പ് പ്രോബ്ലത്തിലേക്കും പഠിക്കാം. വേറെ എക്സാമ്പിളൊക്കെ നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ ചെയ്യും, പാട്ടിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഇനി സബ്സ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ സബ്സ്ട്രാക്ഷൻ വളരെ എളുപ്പമുള്ള കാര്യം തന്നെയാണ്, വലിയ പ്രയാസമൊന്നുമില്ല. നേരത്തെ കണ്ട അതേ മരം തന്നെയാണ്.
നമുക്ക് ഇതിലേക്ക് വേഗം പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇഫ് എഫ് ഇസിക്കൽ ടു 10 പ്ലസ് ഓർ മൈനസ് 0.6, അതുപോലെ തന്നെ ജി ഇസിക്കൽ ടു 5 പ്ലസ് ഓർ മൈനസ് 0.4, ഫൈൻഡ് എഫ് മൈനസ് ജി. ഓക്കെ, നേരത്തെ എറർ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുന്ന നേരിട്ട് സബ്സ്ട്രാക്ട് ചെയ്യാൻ നോക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എറർ എന്ന ക്വാണ്ടിറ്റി നമ്മൾ എന്ത് എപ്പോഴും ആഡ് ചെയ്യാണ് വേണ്ടത്. ക്ലിയർ ആണല്ലോ? ഒരിക്കലും നെഗറ്റീവ് വാല്യൂ അല്ലാതെ ആഡ് ചെയ്യാതിരിക്കില്ല. എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഒരു ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 10 എഫ് ഇസ്ക്വൽ 10 ആണെങ്കിൽ 10 + 5 എന്ന് പറയുമ്പോൾ 15 പ്ലസ് ഓർ മൈനസ് 1 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ എന്ത് ചെയ്യുക? കിട്ടുന്ന വാല്യൂ. ക്ലിയർ ആണല്ലോ? 15 പ്ലസ് ഓർ മൈനസ് 1 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് എച്ച് ഇസിക്കൽ ടു 15 പ്ലസ് ഓർ മൈനസ് 10%, അതുപോലെ തന്നെ ഐ ഇസിക്കൽ ടു 5 പ്ലസ് ഓർ മൈനസ് 3% തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? എച്ച് മൈനസ് ഐ എങ്ങനെ കാണാൻ നോക്കാം. അപ്പോൾ ഇത് നേരത്തെ കണ്ട മാറി തന്നെ എന്ത് ചെയ്യുക? 15ന്റെ 10% കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നമ്മൾ ട്രൂ വാല്യൂ എത്ര നോക്കണം. അപ്പോൾ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 15 പ്ലസ് 5 20 ആണ്. ക്ലിയർ ആണല്ലോ? 20 ആണ് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ 15ന്റെ 10% ആദ്യം കണ്ടുപിടിക്കണം. അപ്പം എച്ച് എങ്ങനെ കണ്ടുപിടിക്കാം ആ കേസിൽ? ഓക്കെ, 15 × 10 / 100, 15 × 10/100. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക? 1.5 കിട്ടും. ക്ലിയർ ആണല്ലോ? അമ്മരി നമ്മൾ ഐ കണ്ടുപിടിക്കാം. ഐ എന്ന് പറയുമ്പോൾ 5 × 3/100, അപ്പോൾ എത്ര കിട്ടും? 0.15. ക്ലിയർ ആണല്ലോ? 0.15. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. 0.15. ഓക്കെ, അപ്പോൾ നമ്മൾ എച്ചും ഐയും അതിന് നമ്മൾ എന്ത് ചെയ്യുക? പെർസെൻറ്റേജിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഇത് രണ്ടുമുള്ള വാല്യൂസ് 1.5 പ്ലസ് 0.15 എന്ന് പറഞ്ഞാൽ 1.65 അല്ലേ? കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ വാല്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ സബ്സ്ട്രാക്ഷൻ അല്ലേ? അപ്പോൾ ഇവിടെ 15 - 5 അല്ലേ? തെറ്റിപ്പോയതാണ്. 15 - 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 10 അല്ലേ? 10 അല്ലേ? ഓക്കെ, അപ്പം ട്രൂ അത് എ പ്ലസ് ഓർ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റ് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് എറർ അല്ലേ? അപ്പോൾ ട്രൂ വാല്യൂ ആണ് എത്ര വരുന്നത്? 10 അല്ലേ? 10 പ്ലസ് ഓർ മൈനസ് 1.65. അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടുന്ന വാല്യൂ. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിലും നമ്മൾ ചെറിയ മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ട്. 10 - 5 എന്ന് പറയുമ്പോൾ ഇവിടെ 5 ആണേ. എഴുതിയ മാറിപ്പോയതാണ്, പെട്ടെന്ന് ആഡ് ചെയ്ത് പോയി. ഓക്കെ, 5 പ്ലസ് ഓർ മൈനസ് 1 സെൻറ്റിമീറ്റർ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ സബ്സ്ട്രാക്ഷനിലും പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലം നമ്മൾ പിന്നെ ചെയ്യും. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഈ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ ഡിവിഷനും ഒരു റൂൾ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് റൂൾ നമ്പർ 2. അപ്പോൾ ആ റൂൾ നമ്പർ 2 പ്രകാരം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഈ പ്രോബ്ലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഒരു അഡീഷണൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യുന്ന സമയത്തുള്ള ഒരു ജനറൽ ഒരു റൂളിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യിക്കാം? ഡെൽറ്റ C/C = ഡെൽറ്റ A/A പ്ലസ് ഡെൽറ്റ B/B. ക്ലിയർ ആണല്ലോ? അതായത് രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, എയും ഉണ്ട് ബിയും തന്നിട്ടുണ്ട് അല്ലേ? അപ്പം അതായത് A × B, എയും ബിയും തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്താൽ പുതിയൊരു ക്വാണ്ടിറ്റിയാണ് കിട്ടുക അല്ലേ? അതാണ് C. ഓക്കെ, അപ്പോൾ എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു റിസൾട്ട് കിട്ടും, അതാണ് C. ഓക്കെ, ഇതിൽ ഡെൽറ്റ C എന്താണ്, C എന്താണ്, ഡെൽറ്റ A എന്താണ്, A എന്താണ്, ഡെൽറ്റ B എന്താ, B എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പറയണം. ഓക്കെ, ഈ നമ്മളിവിടെ തന്നത് ഡെൽറ്റ C എന്ന് പറയുമ്പം C എന്ന് പറഞ്ഞാൽ സിയുടെ എററിനാണ് എന്ത് ചെയ്യുക? ഡെൽറ്റ C എന്ന് പറയാം. ഓക്കെ, എയുടെ എററിനാണ് ഡെൽറ്റ A എന്ന് പറയാം. അതുപോലെ തന്നെ ബിയുടെ എററിനാണ് ഡെൽറ്റ B എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യുക? എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ
എ എന്താണ്? എ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ടല്ലോ 8 ആണ് അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3 ആണ്. ഓക്കെ, ഡെൽറ്റ എ എന്ന് പറയുന്നതാണ് ഇവിടെ 0.5, ഡെൽറ്റ ബി എന്ന് പറയുന്നതാണ് ഇവിടെ 0.4. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ അറിയാം. അപ്പം നമ്മൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത്ര കാര്യങ്ങൾ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ട്രൂ വാല്യൂ കാണാം. എന്താണ്? ട്രൂ വാല്യൂ കാണാം. അപ്പം ട്രൂ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ കാണാം? നമ്മൾ എ ഇൻറ്റു ബി അല്ലേ? എ എന്ന് പറഞ്ഞാൽ അവിടെ 8 ആണ്, ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, 8 × 3 എത്ര? 24. ട്രൂ വാല്യൂ 24 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പം അതാണ് എന്ത് ചെയ്യുക? സി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ട്രൂ വാല്യൂ 24 ആണ്. അതാണ് നമ്മളിവിടെ കിട്ടുന്ന സി. ഓക്കെ, അപ്പം ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡെൽറ്റ സി എന്നുള്ള വാല്യൂ ആണ്. അപ്പം ഈ ഒരു ഇക്വേഷനിലേക്ക് ഈ വാല്യൂസ് ഇട്ട് കൊടുക്കാം. നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. ഡെൽറ്റ സി ബൈ സി അല്ലേ? ഡെൽറ്റ സി ബൈ സി, സി എന്ന് പറഞ്ഞാൽ ഇവിടെ 24 ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ. ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര? 0.5 ആണ് അല്ലേ? അപ്പം 0.5 ഡിവൈഡർ ബൈ 8 പ്ലസ് അടുത്ത് 0.4 ഡിവൈഡർ ബൈ 3. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ ഡെൽറ്റ സി കാണണം. അതിനെന്ത് ചെയ്യുക? ഡെൽറ്റ സി ഇനി അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള വാല്യൂവിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അതായത് ഡെൽറ്റ സി എന്ന് പറയുന്നത് 0.5 ബൈ 8 പ്ലസ് 0.4 ബൈ 3 ഇൻറ്റു 24. ആ 24ന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് ഏകദേശം ഡെൽറ്റ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.47 കിട്ടും കേട്ടോ. ഓക്കെ, ഡെൽറ്റ സിൻ്റെ വാല്യൂ 0.7 കിട്ടും. ഓക്കെ, അപ്പം എ ക്രോസ് ബി എന്ന് പറയുന്നത് ട്രൂ വാല്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ സി ആണ്. ഓക്കെ, അപ്പോൾ അത്ര കിട്ടിയിട്ടുണ്ട്. അപ്പം അത് കാണാനുള്ള ഒരു ഫോർമാറ്റ് ഡെൽറ്റ സി ബൈ സി എന്നുള്ളൊരു ഫോർമാറ്റ് കണ്ടാൽ മതിയല്ലോ. ഓക്കെ, അപ്പം ഡെൽറ്റ സി ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞാൽ 24 ആണ് അല്ലേ? അപ്പം ഡെൽറ്റ സി ബൈ സി, ഡെൽറ്റ സി ബൈ സി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. ക്ലിയർ ആണ്? ഡെൽറ്റ സി ബൈ സി കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അതാണ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് മൾട്ടിപ്ലിക്കേഷനിൽ. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞാൽ എ പ്ലസ് ഓർ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ സി ബൈ സി കണ്ടാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ശരി, ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ ഇസിക്കൽ ടു 25 പ്ലസ് ഓർ മൈനസ് 15%. അതുപോലെ തന്നെ ബി ഇസിക്കൽ ടു 5 പ്ലസ് ഓർ മൈനസ് 10%. ഫൈൻഡ് എ ക്രോസ് ബി. ഓക്കെ, ഇവിടെ നേരത്തെ തന്നിരിക്കുന്ന അഡീഷണലും മൾട്ടിപ്ലിക്കേഷനും വ്യത്യാസമായിട്ട് പെർസെൻറ്റേജ് കാണുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമ്മൾ നേരിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എ ക്രോസ് ബി എന്നല്ലേ? ഈ ക്രോസ് ചെയ്യാതെ ട്രൂ വാല്യൂ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ എറേഴ്സ് നമ്മൾ ആഡ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 25 × 5 എന്ന് പറഞ്ഞാൽ എത്ര? 25 × 5 ഈക്വൽ ടു എത്ര? 125 അല്ലേ? ഓക്കെ, അപ്പം 125 പ്ലസ് ഓർ മൈനസ് 15 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ എത്ര? 15 പ്ലസ് 25 അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടുന്ന ആൻസർ. 125 പ്ലസ് ഓർ മൈനസ് 25. അതാണ് ഇവിടെയുള്ള എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് അടുത്തിലേക്ക് പോകാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നേരത്തെ ചെയ്ത ഇക്വേഷനില്ലേ? ഡെൽറ്റ സി ബൈ സി ഇസിക്കൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഓക്കെ, ഡെൽറ്റ സി ബൈ സി. ഓക്കെ, അപ്പോൾ ഡെൽറ്റ സി എന്ന് പറയുമ്പോൾ സി കാണണം. ഓക്കെ, അപ്പോൾ സി എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവിടെ എന്താ? സീൻ്റെ വാല്യൂ എങ്ങനെയാണ്? എ ബൈ ബി അല്ലേ? അപ്പം 6/2 എന്ന് പറഞ്ഞാൽ എത്ര? 3. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? എ എന്ന് കാണണം. എ എന്ന് പറഞ്ഞാൽ എത്ര? ഇവിടെ 6 ആണ്. ബി എന്ന് പറഞ്ഞത് 2 ആണ്. ഡെൽറ്റ എ എന്ന് പറഞ്ഞത് 0.2 ആണ്. ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ 0.3 ആണ്. ഈ ജസ്റ്റ് ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കാം. അപ്പം ഡെൽറ്റ സി ബൈ 3 ഈക്വൽ ടു
ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ 0.2/6 പ്ലസ് 0.3/2 എന്നുള്ളതിലേക്ക് എടുക്കാം. ക്ലിയർ ആണല്ലോ. ഇനി അതിൽ നിന്നിട്ട് ഡെൽറ്റ സി എന്ന് പറയുന്നത് 0.2/6 പ്ലസ് 0.3/2 ഇൻറ്റു 3. 0.2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 0.4 പ്ലസ് 0.18 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ബൈ 6 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 3. 0.4 പ്ലസ് 0.18 കിട്ടി കഴിഞ്ഞാൽ 0.58 ബൈ 12 ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ നമ്മൾ അത് വെട്ടി കഴിഞ്ഞാൽ 12ഉം 3യും വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 4 അല്ലേ, 4 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ 0.58 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അത് എത്രയാണോ ആ വാല്യൂ ആണ് എന്ത് ചെയ്യുക ഡെൽറ്റ സി എന്ന് കിട്ടുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുക. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഡിവിഷനിലൂടെ എങ്ങനെയാണ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, പ്രോബ്ലംസ് ഇൻ ഡയമെൻഷൻ അനാലിസിസ്. ഓക്കെ, നമ്മളിതിൽ ആകെ ഒരു പ്രോബ്ലം മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ടെസ്റ്റിൽ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലംസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ് ഇതിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഈ അവസാന ഭാഗത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, ദ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്: ലെങ്ത് ഓഫ് ദ പെൻഡുലം, മാസ് ഓഫ് ദ ബോബ് small m, and the acceleration due to gravity small g. Okay, the expression for time period of simple pendulum using dimensional method. Okay, അപ്പോൾ ഒരു ടൈം പീരീഡ് ഓഫ് പെൻഡുലം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ആണ്. ലെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ മാസ് ഉണ്ട്, അതുപോലെ തന്നെ മാസ് ഓഫ് ദ ബോബ് ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ലെങ്ത് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, മാസ് ഓഫ് ദ ബോബ് തന്നിട്ടുണ്ട്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ടൈം പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം യൂസിങ് എ ഡയമെൻഷൻ അനാലിസിസ് മെത്തേഡ്. ഡയമെൻഷൻ അനാലിസിസ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന് ഒരു ഇക്വേഷൻസ് ഉണ്ടാക്കണം. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് തന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് തന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും നേരിട്ട് എടുത്തെഴുതാം. ഓക്കെ, അപ്പം നമുക്ക് തന്ന കാര്യം എന്താ, ഇവിടെ എന്താ ടൈം അല്ലേ, ടൈം തന്നിട്ടുണ്ട്. അപ്പം ക്യാപിറ്റൽ ടി അല്ലേ. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ പ്രൊപ്പോർഷണൽ ടു എന്താ ഇവിടെ ലെങ്ത് ഓഫ് ദ പെൻഡുലം അല്ലേ, ലെങ്ത് ഓഫ് ദ പെൻഡുലം. പിന്നെ എന്താ മാസ് ഓഫ് ദ പെൻഡുലം അല്ലേ, മാസ് ഓഫ് ദ പെൻഡുലം ആൻഡ് മാസ് ഓഫ് ദ ബോബ് ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി. ഓക്കെ, അപ്പം ഇതിൽ എളുപ്പത്തിന് വേണ്ടി ഡയമെൻഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ക്വാണ്ടിറ്റിയുടെ മുകളിൽ എന്ത് ചെയ്യുക എ ബി സി എന്ന് നൊട്ടേഷൻ ചെയ്യുന്നു, ABC എന്നുള്ള നൊട്ടേഷൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ടി പ്രൊപ്പോർഷണൽ ടു L⁻A M⁻B G⁻C. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടി ഈക്വൽ ടു കെ ഇൻറ്റു L⁻A M⁻B G⁻C. ക്ലിയർ ആണല്ലോ. അപ്പം ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കെ എന്നുള്ള കോൺസ്റ്റൻ്റോട് നമ്മൾ എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ടി ഈക്വൽ ടു കെ ഇൻറ്റു L⁻A M⁻B G⁻C എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കാണണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏതൊരു ഡയമെൻഷൻ നമ്മൾ ട്രിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സെക്കൻഡ് പാർട്ടിൽ നമ്മളൊരു ട്രിക്ക് എന്നുള്ള പഠിച്ചിട്ടുണ്ട്. ഏതൊരു ഡയമെൻഷൻ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക അത് MLT എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് എന്ത് ചെയ്യുക റെപ്രസെൻറ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇവിടെ എം എന്നുള്ളതിന് ഒരു വാല്യൂ ഇല്ല അല്ലേ, ലെഫ്റ്റ് സൈഡിലെ എം എന്നുള്ളതിന് വാല്യൂ ഇല്ല, അതുപോലെ തന്നെ L എന്നുള്ളതിന് വാല്യൂ ഇല്ല. ടി എന്നുള്ള ഒരു ക്വാണ്ടിറ്റിക്ക് മാത്രമേ എന്താ വാല്യൂ ഉള്ളത്. ഓക്കെ, അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ എം എന്നുള്ളത് 0 ആണ്, Lഉം 0 ആണ്, ഇവിടെ എന്താ T⁻1 മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ. ഈക്വൽ ടു ഇവിടെ കെ എന്ന് പറയുന്നതാ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ നമ്മൾ അതിന് എഴുതണ്ട, 1 ആണ്, അതുകൊണ്ട് എഴുതണ്ട. ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് L എന്ന് പറഞ്ഞാൽ എന്താ LN അല്ലേ, അപ്പം ക്യാപിറ്റൽ L ആണ് L⁻A എന്ന് എഴുതാം. ഓക്കെ, ഈ ഡയമെൻഷൻസ് ഓഫ് എം എന്ന് പറഞ്ഞാൽ മാസ് അല്ലേ, ക്യാപിറ്റൽ M അല്ലേ,
റേസ് ടു ബി. ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, ജി അല്ല, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആക്സിലറേഷൻ എന്ന് പറയുമ്പം എൽ ടി റേസ് ടു മൈനസ് ടു എന്ന് പഠിച്ചിട്ടുണ്ട്. എൽ ടി റേസ് ടു മൈനസ് ടു എന്ന് പഠിച്ചിട്ടുണ്ട്. അതപ്പോൾ അതെങ്ങനെ എഴുതാൻ നോക്കാം. എൽ ടി റേസ് ടു മൈനസ് ടു ഇൻറ്റു സി. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് എടുത്ത് അടുത്ത പേജിലേക്ക് എടുത്ത് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എഴുതാം. എൽ റേസ് ടു എ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എമ്മിനെ എഴുതി, എം റേസ് ടു ബി. അപ്പം എം റേസ് ടു ബി, പിന്നെന്താ എൽ റേസ് ടു, ഇവിടെ എൽ റേസ് ടു എ ഉണ്ട്, ഇവിടെ എൽ റേസ് ടു സി എന്നുണ്ട്. അപ്പോൾ എൽ റേസ് ടു എ പ്ലസ് സി എന്നുള്ള ഫോർമാറ്റിൽ എഴുതാം. എൽ റേസ് ടു എ പ്ലസ് സി എന്നുള്ള ഫോർമാറ്റിൽ എഴുതാൻ പറ്റും, എ പ്ലസ് സി. ഓക്കെ, ഇവിടെ എന്താ, പിന്നെന്താ ടി റേസ് ടു മൈനസ് ടു സി, ടി റേസ് ടു മൈനസ് ടു സി. ബാക്കിയുള്ള ഭാഗം എടുത്തെഴുതി. ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1 ഈക്വൽ ടു എന്തേനി എം റേസ് ടു ബി, എൽ റേസ് ടു എ പ്ലസ് സി, അതുപോലെ തന്നെ ടി റേസ് ടു മൈനസ് ടു സി. ഓക്കെ ഓക്കെ, ഇങ്ങനെ നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡായിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിനെ കമ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്ത് എന്താ കിട്ടുക നോക്കാം. ഇവിടെ എം റേസ് ടു 0യും അത് എം റേസ് ടു ബി ആണുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, ബി എന്ന് പറയുന്ന ഇവിടെ എന്ത് ചെയ്യുക, 0 ആണ്. ക്ലിയർ ആണല്ലോ. അതായത് എം റേസ് ടു 0യും എം റേസ് ടു ബിയും കമ്പയർ ചെയ്യുമ്പോൾ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 0 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, എൽ റേസ് ടു എ പ്ലസ് സിയും എൽ റേസ് ടു 0യും കമ്പയർ ചെയ്യാം. എൽ റേസ് ടു എ പ്ലസ് സി എന്ന് പറയുന്ന, അതായത് നമുക്ക് എ പ്ലസ് സി മതി. എ പ്ലസ് സി എന്ന് പറയുന്നത് എന്താ, എ പ്ലസ് സി ഇവിടെ 0 ആണ്. അപ്പം എ എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് സി എന്ന് എഴുതി കൂടെ. ക്ലിയർ അല്ലേ? ശരി, അപ്പം ഇവിടെ നമുക്ക് അടുത്ത് എഴുതാൻ പറ്റില്ല, മൈനസ് 2c എന്ന് പറഞ്ഞാൽ 1 എഴുതിയുടെ. ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു മൈനസ് 2cയും ടി റേസ് ടു 1ഉം തമ്മിൽ കമ്പയർ ചെയ്ത്, അപ്പം മൈനസ് 2c ഈക്വൽ ടു 1 എഴുതി കൂടെ. അപ്പോൾ സി എന്ന് പറയുന്നത് 1/2 എന്ന് എഴുതി കൂടെ. സി എന്ന് പറഞ്ഞാൽ 1/2 എഴുതാലോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം കിട്ടി കഴിഞ്ഞാൽ സി ഈക്വൽ ടു മൈനസ് 1/2. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറഞ്ഞാൽ സി, എ ഈക്വൽ ടു മൈനസ് സി ആണ്. ഓക്കെ, അപ്പം സി ഈക്വൽ ടു എ ഈക്വൽ ടു 1/2 എഴുതി കൂടെ. എ ഈക്വൽ ടു 1/2. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ എഴുതാൻ പറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു നമ്മൾ ആദ്യം പഠിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. ഓക്കെ, അപ്പോൾ ജനറൽ എക്സ്പ്രഷൻ ഓഫ് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡിൽ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എഴുതിനി, ടി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ടി ഈക്വൽ ടു കെ ഇൻറ്റു ടി ഈക്വൽ ടു കെ ഇൻറ്റു എൽ റേസ് ടു എ എം റേസ് ടു ബി ടി റേസ് ടു സി. ഈ ഒരു ഫോർമാറ്റിലല്ലേ, ടി അല്ല, നമ്മൾ ജി റേസ് ടു സി ആ ഒരു ഫോർമാറ്റിലല്ലേ. അതായത് ഒന്നും കൂടി എഴുതാം. ഓക്കെ, അപ്പോൾ അതായത് എം റേസ് ടു എ ബി റേസ് ടു സി. നമ്മളിവിടെ എൽ റേസ് ടു എ എം റേസ് ടു ബി അല്ലേ. എൽ റേസ് ടു എ എം റേസ് ടു ബി, അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ജി റേസ് ടു സി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ എൽ എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഈ വാല്യൂസ് എ ബി സി എന്നുള്ള വാല്യൂസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ടി ഈക്വൽ ടു കെ ഇൻറ്റു എൽ റേസ് ടു എ എന്ന് പറഞ്ഞാൽ എൽ റേസ് ടു എൻ്റെ വാല്യൂ എത്ര ഇവിടെ കിട്ടിയേ, മൈനസ് സി അല്ലേ. എ ഈക്വൽ ടു മൈനസ് സി ആണ് അല്ലേ. അപ്പോൾ അതായത് എ ഈക്വൽ ടു മൈനസ് സി ആണ്. അപ്പം ഇവിടെ സി എന്ന് പറയുന്നത് എന്താ, മൈനസ് 1/2 ആണ് അല്ലേ. സി എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ 1/2 ആണ്. അപ്പോൾ എൽ റേസ് ടു എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറ്റും, 1/2. ഓക്കെ, എം റേസ് ടു അടുത്ത ഒരു മിനിറ്റ്, എം റേസ് ടു ബി എത്ര അവിടെ കിട്ടിയത്, 0 ആണ് അല്ലേ. ജി എത്ര കിട്ടിയത്,
നമുക്കിവിടെ ജി എന്ന് പറയുന്നത് ജി എന്ന് പറഞ്ഞാൽ അസേഷൻ കിട്ടും, എ എന്ന് പറഞ്ഞാൽ 1/2. അപ്പം ജി റേസ് ടു ജി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുമ്പോൾ ഇവിടെ 1/2 കിട്ടിയില്ലേ. അപ്പോൾ ജി എന്ന് പറയുമ്പോൾ ഇവിടെ സി അല്ലേ, എ സിക്വൽ മൈനസ് സി അല്ലേ. അപ്പം സി എന്ന് പറയുമ്പോൾ -1/2. ക്ലിയർ ആണല്ലോ. അപ്പോൾ കെ സിക്വൽ ടു എൽ റേസ് ടു 1/2 എം റേസ് ടു 0 ജി റേസ് ടു -1/2 ഇങ്ങനെ ഫോർമാറ്റിക്ക് കിട്ടി. അതാണ് നമുക്ക് ടൈം പീരീഡ് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താ കാണാൻ പറഞ്ഞത്, ടൈം പീരീഡ് ആണ് കാണാൻ പറഞ്ഞത്. ഇതിന് വേണ്ടിയിട്ട് ടൈം പീരീഡ് ടി സിക്വൽ ടു ഓക്കെ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതിക്കൂടെ, കെ ഇൻറ്റു എൽ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എൽ റേസ് ടു ഒരു ക്വാണ്ടിറ്റി 1/2 എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ √2 എന്നാണല്ലോ, റൂട്ട് എന്നുള്ള ഫോർമാറ്റിലാണ് 1/2 വരുമ്പോൾ. അപ്പം കെ ഇൻറ്റു √L ഓക്കെ. പിന്നെ എം റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ് അല്ലേ. പിന്നെ ജി റേസ് ടു -1/2 എന്ന് പറയുമ്പോൾ 1/√G എന്ന് എഴുതിക്കൂടെ. ക്ലിയർ ആണോ, അങ്ങനെ എഴുതാം. ഓക്കെ. അപ്പോൾ നമ്മൾ ടി എന്ന് പറയുന്നത് കെ ഇൻറ്റു √L/G. അപ്പോൾ ജിയും എല്ലും എന്ത് ചെയ്യുക ഒരുമിച്ച് നമ്മൾ എഴുതിയാണ് ചെയ്തത്. ഓക്കെ. അപ്പം ടി ഈക്വൽ ടു √L/G. ഓക്കെ. ഇതാണ് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ ഡയമെൻഷൻ അനാലിസിസ് എന്ന രീതി വെച്ചിട്ട് കാണുന്നത്. ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചെറിയ പ്രയാസം തോന്നാം, പക്ഷേ നിങ്ങൾ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. ഈ ഒരു ഫോർമാറ്റിലാണ് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ. അപ്പം നമ്മൾ ഇന്നത് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പാർട്ട് 1 മുതൽ പാർട്ട് 5 വരെ വീഡിയോസ് നമ്മൾ ഈ ഫസ്റ്റ് ഫിസിക്സിലെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അഡീഷണൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ അഡീഷണൽ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് നമ്മൾ എക്സാമിനോട് അടുപ്പിച്ചതായിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ അതിൽ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ബൈ.